ആരോഗ്യമുള്ള ജീവിതവും മാനസിക സമാധാനവും ലക്ഷ്യമാക്കി ഏതാനും സ്ത്രീകൾ ഒന്നിച്ചു ചേർന്നതോടെയാണ് ഈ യാത്ര ആരംഭിച്ചത്. സൗഹൃദവും പരസ്പര പിന്തുണയും ഐക്യവുമായിരുന്നു ഞങ്ങളുടെ ശക്തി. ചെറിയൊരു കൂട്ടായ്മയായി തുടങ്ങിയ ഈ സംരംഭം പിന്നീട് വലിയൊരു കുടുംബമായി വളർന്നു. വർഷങ്ങളായി തുടർച്ചയായ യോഗ പരിശീലനവും ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നിരവധി സ്ത്രീകളുടെ ജീവിതത്തിൽ ആരോഗ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പുതിയ അധ്യായം തുറക്കാൻ കഴിഞ്ഞു. പച്ചാളം പ്രദേശത്തെ ആരോഗ്യ സാമൂഹിക രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളർന്നപ്പോൾ വിവിധ വെല്ലുവിളികളും നിയന്ത്രണങ്ങളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നു. യോഗാ ദിനം, ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളും സാമൂഹിക ഐക്യം വളർത്തുന്ന പരിപാടികളും സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ യോഗ ചെയ്യാൻ മാത്രം വരിക, തുടർന്ന് മടങ്ങുക എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന മറ്റൊരു വിഭാഗം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവ നടത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. അതിലും വേദനാജനകമായത് വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ഒപ്പമുണ്ടെന്ന് കരുതിയിരുന്ന ചിലർ പിന്നീട് വ്യത്യസ്ത താൽപ്പര്യങ്ങളുമായി പ്രവർത്തിക്കുകയും സംഘടനയുടെ ആഭ്യന്തര വിവരങ്ങൾ പുറത്തേക്ക് കൈമാറുകയും ചെയ്തതാണ്. സ്വാർത്ഥ താൽപ്പര്യങ്ങളോടും വഞ്ചനാപരമായ ഉദ്ദേശ്യങ്ങളോടും കൂടി കൂട്ടായ്മയ്ക്കുള്ളിൽ തുടരുകയും സംഘടനയുടെ എല്ലാ ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്തിയ ശേഷം സംഘടനയെയും പ്രത്യേകിച്ച് ട്രെയിനറെയും കോർഡിനേറ്ററെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ചിലരുടെ പ്രവർത്തനങ്ങൾ വലിയ നിരാശയും വെല്ലുവിളികളും സൃഷ്ടിച്ചു. എന്നിരുന്നാലും ശേഷിച്ച 20ഓളം അംഗങ്ങൾ ഐക്യവും ആത്മവിശ്വാസവും കൈവിടാതെ കൂട്ടായ്മയുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിച്ച് ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ദൃഢനിശ്ചയം കൈക്കൊണ്ടു. സ്വതന്ത്രമായൊരു വഴിയിലൂടെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ച ശേഷവും ചില സാഹചര്യങ്ങൾ ഞങ്ങളുടെ യാത്രയെ ദുഷ്കരമാക്കി. ഒരു ദിവസം അതിരാവിലെ നടന്നുകൊണ്ടിരുന്ന യോഗ ക്ലാസ്സിനിടയിൽ മറ്റൊരു സംഘത്തിൻ്റെ അപ്രതീക്ഷിതമായ ഇടപെടലും ക്ലാസ് പ്രവർത്തനത്തിലുണ്ടായ തടസ്സങ്ങളും ഞങ്ങളുടെ പരിശീലകയ്ക്കും കോഓർഡിനേറ്റർക്കും അംഗങ്ങൾക്കും വലിയ മാനസിക സമ്മർദ്ദവും വേദനയും സൃഷ്ടിച്ചു. സംഘടനയുടെ സ്വതന്ത്ര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അവരുടെ കീഴിൽ തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും നേരിടേണ്ടി വന്നു. കൂടാതെ പരിശീലക ഫീസിനായി അംഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിരുന്ന തുകയെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും അപമാനകരമായ ഫോൺ വിളികളിലൂടെ പരിശീലകയ്ക്കും കോഓർഡിനേറ്റർക്കും അംഗങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ തളർന്നില്ല, ഞങ്ങൾ പിന്മാറിയില്ല, ഞങ്ങൾ ഒന്നായി നിന്നു. 2026 ഫെബ്രുവരി 27 ഉണർവ് യോഗ അസോസിയേഷന്റെ ചരിത്രത്തിലെ സുവർണ ദിനം. ഈ ദിവസം ഉണർവ് യോഗ അസോസിയേഷൻ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതൊരു സംഘടന മാത്രമല്ല, അതൊരു പ്രസ്ഥാനമാണ്, അതൊരു കുടുംബമാണ്, അത് ആത്മവിശ്വാസത്തിൻ്റെ ശക്തിയാണ്, അത് സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും മറ്റൊരു പേരാണ്. ഇരുണ്ട പ്രഭാതത്തിന്റെ നിശബ്ദതയിൽ ഒരൊറ്റ ചുവടായി ഞങ്ങൾ ഒന്നിക്കുന്നു. പ്രായം വ്യത്യസ്തം, മതം വ്യത്യസ്തം, ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തം, പക്ഷേ ഒരു ലക്ഷ്യം മാത്രം: ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ഒരുമിച്ചുയരാൻ. വർഷങ്ങൾ കടന്നുപോയാലും സ്വപ്നങ്ങൾ മങ്ങിയിട്ടില്ല. ശരീരം ക്ഷീണിച്ചാലും മനസ്സിപ്പോഴും ശക്തമാണ്. ഒരു ശ്വാസം, ഒരു നീക്കം, ഒരു പുഞ്ചിരി, ഇവയാണ് നമ്മുടെ പുതിയ തുടക്കം. ഇവിടെ ആരും ഒറ്റക്കല്ല. ഇവിടെ കൈകോർത്തു നിൽക്കുന്ന ശക്തിയുണ്ട്. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന സൗഹൃദമുണ്ട്. വിശ്വാസം നൽകുന്ന ഒരു കുടുംബമുണ്ട്. പ്രഭാത സൂര്യൻ ഉദിക്കുന്ന പോലെ ഞങ്ങളും വീണ്ടും ഉയരുന്നു. ഇന്ന് മാത്രമല്ല, ഓരോ ദിവസവും. ഈ പ്രഭാതം ഒരു പുതിയ ഉണർവിൻ്റെ തുടക്കം, ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. ഉണർവ് യോഗ അസോസിയേഷൻ. ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടതിൽ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്,
കാരണം ഇത് സത്യത്തിൻ്റെ, ജീവിത ദർശനത്തിൻ്റെ, സഹിഷ്ണുതയുടെ, മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒരു പ്രസ്ഥാനമായിട്ട് ഇത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനോട് ഞങ്ങളെ സഹകരിച്ച ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ വളരെ കൂടുതൽ വിഷമിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ജോണി സാറിനെ അറിയാം, ജോണി സാറിൻ്റെ ടീമിനറിയാം, അതുപോലെ ഇവിടെ ഓരോരുത്തരും അറിയാം. ഞങ്ങൾക്ക് വേണ്ടി അധികാരികളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഈ വേദി തിരിച്ച് കിട്ടാൻ അവർ അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം സത്യത്തിൻ്റെ പാതയിൽ പോയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വേദി വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇത് ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ, വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും യോഗ മാതൃകയാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. 21 നമ്മുടെ അധികാരികൾ ഇന്ന് ഇവിടെ ഇല്ല എങ്കിലും ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ തീരുമാനിച്ചതാണ്. ഈ ജൂൺ 21 ഈ ഡേ ഉണർവ് യോഗ അസോസിയേഷൻ്റെ ഡേ തന്നെയാണ്. ഇതേ വേദിയിലാണ്. ആരൊക്കെ വന്നാലും ജൂൺ 21 ഈ സ്റ്റേജ് ഞങ്ങളുടേതായിരിക്കും. ഇത് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ഇതിനു വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും അത് ഞാൻ ചെയ്തിരിക്കും. ഈ 21 എപ്പോഴും ഞങ്ങളുടെ ഡേ ആയിട്ട് ഞങ്ങൾ ആചരിക്കും, സന്തോഷിക്കും, കളിക്കും, ചിരിക്കും. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സഹോദരിമാരെ, സുഹൃത്തുക്കൾ, ഞാൻ വളരെ വൈകിയാണ് ഇവിടെ എത്തിയത്. ബഹുമാനായ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 2 യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ വൈകി വരാനിടയായത്. ഞാൻ സംഘാടകരോട് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. വൈകിയാണെങ്കിലും എത്തണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അല്പം വൈകിയാണെങ്കിലും ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി.